ആടാ ഫസ്റ്റ് നമുക്ക് പെരിയാമ്പുലറി കാർസിനോമയുടെ ഒരു ഓവർവ്യൂ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു കേസ് പെട്ടെന്ന് നോക്കാം. പെരിയാമ്പുലറി കാർസിനോമ എന്ന് പറഞ്ഞാൽ ഇതാണ് ആംബുലോഫേറ്റർ. അപ്പോൾ ആംബുലോഫേറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഓഫ് ഡുവോഡിനത്തിൽ ഉള്ളതാണ് ആംബുല എന്നുള്ള സ്ട്രക്ചർ. ആംബുല എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ കോമൺ ബൈൽ ഡക്ട് ആൻഡ് പാങ്ക്രിയാറ്റിക് ഡക്ട് ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ 3 സ്പിഞ്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. സി ബി ഡിയുടെ സ്പിഞ്ചറാണ് സ്പിഞ്ചർ കൊളിഡോക്കസ്. പാങ്ക്രിയാസിന്റെ സ്പിഞ്ചറാണ് പാങ്ക്രിയാറ്റിക് സ്പിഞ്ചറാണ് സ്പിഞ്ചർ പാങ്ക്രിയാറ്റിക്കസ്. ആൻഡ് ആംബുലയിലുള്ള കോമൺ സ്പിഞ്ചറാണ് സ്പിഞ്ചർ ആംബുല. അപ്പോൾ ഈ 3 സ്പിഞ്ചറും കൂടെ ചേർന്നാണ് ഈ സ്പിഞ്ചർ ഓഫ് ഓഡി അല്ലെ ആംബുല ഓഫ് വേട്ട ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിന് ഒരു 2 സെൻറ്റിമീറ്റർ റൗണ്ടിൽ വരുന്ന എല്ലാ ക്യാൻസേഴ്സിനും വിളിക്കുന്ന പേരാണ് എന്ത്? പെരിയാമ്പുലറി കാർസിനോമ. ഓക്കെ, സപ്പോസ് ഇതിനൊരു 1 സെൻറ്റിമീറ്റർ ഉള്ളിലാണ് വരുന്നതെങ്കിൽ ഈ ആംബുലയ്ക്ക് ചുറ്റും ഇറ്റ് ഇസ് കോൾഡ് ആംബുലറി കാർസിനോമ. ബട്ട് നോർമലി നമ്മൾ പെരിയാമ്പുലർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ വിത്തിൻ ദ ആംബുല ഓഫ് എന്ന് പറയും. വിത്തിൻ ദ ആംബുല ഓഫ് വേട്ടർ വരുന്ന എല്ലാ ക്യാൻസേഴ്സിനും പെരിയാമ്പുലറി കാർസിനോമ എന്നാണ് പറയുന്നത്. ഇപ്പം പെരിയാമ്പുലറി കാർസിനോമ എവിടെ നിന്നൊക്കെ വരാം? ഇറ്റ് ക്യാൻ ബി ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹെഡ് ഓഫ് പാങ്ക്രിയാസ് അല്ലേ, സി എ ഹെഡ് ഓഫ് പാങ്ക്രിയാസ് എന്ന് വരാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഡിസ്റ്റൽ സി ബി ഡി ഡിസ്റ്റൽ കൊളാഞ്ചോ കാർസിനോമ വരാം. ഇറ്റ് ക്യാൻ ബി ഒറിജിനേറ്റിംഗ് ഫ്രം ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഡുവോഡൻ അഡിനോ കാർസിനോമ വരാം അല്ലേ. ഓർ ഇറ്റ് ക്യാൻ ബി ഒറിജിനേറ്റിംഗ് ഫ്രം ദ ആംബുല ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് കോൾഡ് ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമ. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ടൈപ്സ് വരാം. ഇപ്പോൾ പെരിയാമ്പുലറി കാർസിനോമ ഇപ്പോൾ 4 പറഞ്ഞില്ലേ: ഹെഡ് ഓഫ് പാങ്ക്രിയാസ് സി എ, ആംബുലറി സി എ, ഡിസ്റ്റൽ സി ബി ഡി സി എ ആൻഡ് ഡുവോഡനൽ സി എ. പിന്നെ അത് മോസ്റ്റ് കോമൺ ഹെഡ് ഓഫ് പാങ്ക്രിയാസ് സി ആണ്. അത് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത് ആംബുലറി കാർസിനോമയ്ക്കാണ്. കാരണം എന്താണ്? ആംബുലയിൽ കാർസിനോമ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ എന്ത് പറ്റും? ഇത് പറ്റും. അപ്പം തന്നെ നമുക്ക് ജോണ്ടിസ് ഉണ്ടാകും. അപ്പം ഭയങ്കര സിംറ്റമാറ്റിക് ആയിരിക്കും ആംബുലറിയിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്. അതുകൊണ്ട് ബെസ്റ്റ് പ്രോഗ്നോസിസ് ഓൾവേസ് ഫോർ ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമ. ഹെഡ് ഓഫ് പാങ്ക്രിയാസ് കാർസിനോമയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലേറ്റ് പ്രസൻറ്റേഷൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് ദ ബാഡ് പ്രോഗ്നോസിസ് ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഓൾസോ. ഡുവോഡനൽ അഡിനോ കാർസിനോമ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബഡ് ഡുവോഡനത്തിലുണ്ടാകുന്ന ക്യാൻസർ. അത് ഗ്യാസ്ട്രിക്കലോട് ഒബ്സ്ട്രക്ഷൻ പോലെ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഡിസ്റ്റൽ കൊളാഞ്ചോ കാർസിനോമയും ബിലിയറി ഒബ്സ്ട്രക്ഷനായിട്ട് പ്രസൻറ്റ് ചെയ്യാം. നോർമലി നമുക്കിവിടെ കേസസിൽ എന്തായിരിക്കും? പെരിയാമ്പുലറി കാർസിനോമ എന്ന് പറഞ്ഞ് വെക്കുന്നതല്ല, സി എ ഹെഡ് ഓഫ് പാങ്ക്രിയാസ് ആയിരിക്കും. അപ്പോൾ സി എ ഹെഡ് ഓഫ് പാങ്ക്രിയാസിൻ്റെ സിംറ്റം എന്തായിരിക്കും? ഇവിടെ ഒരു മാസ് ഉള്ളത് കാരണം ഈ ബൈല് മുകളിലോട്ട് പോയി ഗോൾ ബ്ലാഡർ ഡിസ്റ്റൻ്റ് ആക്കും. അപ്പോൾ പേഷ്യൻ്റ് വിൽ ഹാവ് എ പാൽപ്പബിൾ ഗോൾ ബ്ലാഡർ. സെക്കൻഡ് എന്തായിരിക്കും? ഈ ബൈല് ഡ്രെയിൻ ആവുന്നില്ലല്ലോ, സോ ദാറ്റ് വിൽ കോസ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. കാരണം ഇതിനകത്തെല്ലാം കോൺജുഗേറ്റഡ് ബൈലിലുള്ളത്. അപ്പോൾ കോൺജുഗേറ്റഡ് ബൈലെല്ലാം കൂടെ ബ്ലഡിൽ കയറി ദാറ്റ് ക്യാൻ കോസ് ഒബ്സ്ട്രക്റ്റഡ് ജോണ്ടിസ്. അപ്പോൾ പേഷ്യൻറ്റിന് ഹൈപ്പർ ബിലിറൂബിയം ഉണ്ടായിരിക്കും, ജോണ്ടിസ് ഉണ്ടായിരിക്കും, ഇക്ടറസും എല്ലാം കാണും. അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻ്റ് ഇല്ലാതെ പാൽപ്പബിൾ ഗോൾ ബ്ലാഡർ ലംപ്. മനസ്സിലായോ? അതാണ് പെരിയാമ്പുലറി കാർസിനോമയുടെ മോസ്റ്റ് കോമൺ സിംറ്റം. അപ്പോൾ പേഷ്യൻറ്റിന് ലംബ് കാണുന്ന ഗോൾ ബ്ലാഡർ ലംബായിരിക്കും. ബട്ട് പേഷ്യൻ്റെ ഒറിജിനൽ മുഴ എവിടെയാണ് ഉള്ളത്? പാങ്ക്രിയാസിനകത്താണ് ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ. സപ്പോസ് പേഷ്യൻ്റ് ഈസ് ഹാവിങ് ആംബുലറി ക്യാൻസർ, എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ആംബുലയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ടിപ്പ് ഓഫ് ദ ആംബുലയിലല്ലേ ഉണ്ടാകുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലഫ് ഓഫ് ആയി പോകും. അപ്പം അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ സിംറ്റം എന്തായിരിക്കും? അവിടെ ജോണ്ടിസ് ആയിരിക്കും. ഇപ്പോൾ ജോണ്ടിസ് ആവും, ഇടയ്ക്കിടയ്ക്ക് ജോണ്ടിസ് ഇങ്ങനെ റിലീഫായി പോവുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ജോണ്ടിസ്, ഇൻറ്റർമിറ്റൻറ്റ് വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ജോണ്ടിസ്. അതുമാത്രമല്ല, പിന്നെ ഇടയ്ക്ക് ഈ ആംബുലയിൽ ബ്ലീഡിങ് ഉണ്ടായി പേഷ്യൻസിന്. കാരണം അത് ഭയങ്കര ബ്ലീഡിങ് റിച്ച് സ്ഥലമാണ്. അപ്പോൾ ബ്ലീഡിംഗ് ഉണ്ട്. അതുകൊണ്ട് പേഷ്യൻസിന് ജി ഐ ബ്ലീഡിങ്ങും മലീനയുടെ സിംറ്റംസൊക്കെ വരാം ഈ ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമയിൽ. അല്ലാണ്ട് നോർമൽ ഹെഡ് ഓഫ് പാങ്ക്രിയാസ് ക്യാൻസറിനകത്ത്, അത് പൊതുവേ നമ്മൾ പെരിയാമ്പുലറി ക്യാൻസർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി ഹെഡ് ഓഫ് പാങ്ക്രിയാസ് ക്യാൻസർ ആണ് പറയുന്നത്. അതിലെ മെയിൻ സിംറ്റം എന്തായിരിക്കും? ഇറ്റ് ഈസ് പെയിൻലെസ് പെർസിസ്റ്റൻറ്റ് പ്രോഗ്രസീവ് ജോണ്ടിസ്. ബട്ട് ആംബുലറി വെറൈറ്റിയിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻട്രമിറ്റൻറ്റ് ജോണ്ടിസ് ഓർ വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ജോണ്ടിസ് ആൻഡ് ജി ഐ ബ്ലീഡിങ്. മനസ്സിലായോ? ഈ 2 വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഗോൾ ബ്ലാഡർ ലംബ് എല്ലാ കാർസിനോമയ്ക്കകത്ത് പെരിയാമ്പുലറിലും കാണാം. ബട്ട് നമുക്ക് മോസ്റ്റ് കോമൺലി ഹെഡ് ഓഫ് പാങ്ക്രിയാസ് കാർസിനോമ വരുന്നു. നമുക്ക് ഗോൾ ബ്ലാഡർ ലംബ് കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഹെഡ് ഓഫ് പാങ്ക്രിയാസ് ക്യാൻസറാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ കൂട്ട് ആംബുലറി കാർസിനോമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിത്തിൻ 1 സെൻറ്റിമീറ്റർ ഓഫ് ആംബുല ഓഫ് വേട്ടർ. അപ്പോൾ ആംബുലറി കാർസിനോമ ഈസ് എ വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമ ഓൺലി. ഇതിനകത്ത് ഇറ്റ് ക്യാൻ ബി ഫ്രം ആംബുല ഓഫ് വേട്ടർ ഇൽസെൽഫ്, അല്ലെ ഫ്രം ദി ഇൻട്രാഡുവോഡനൽ പാർട്ട് ഓഫ് സി ബി ഡി ഓർ ഫ്രം ദി ഇൻട്രാഡുവനൽ പാർട്ട് ഓഫ് പാങ്ക്രിയാറ്റിക് ഡക്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇതിൽ എന്ത് സിംറ്റം വരുന്നത്? വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ജോണ്ടിസും വരാം. യു ക്യാൻ ഓൾസോ ഹാവ് ജി എ ബ്ലീഡിങ്. അത്രേ ഉള്ളൂ. സിൽവറി സ്റ്റൂൾസ് ഒക്കെ വരാമെന്നൊക്കെ പറയും. മ്യൂക്കസ് ഫ്ലേക്സ് ഒക്കെ ഇങ്ങനെ പാസ്സായി പോകും. അപ്പം നമ്മൾ അതിൻ്റെ ഡിഫറൻഷിയേഷൻ എടുത്തേക്കണം. അതിനകത്ത് പെരിയാമ്പുലറി 2 സെൻറ്റിമീറ്ററിൽ വരാം, ആംബുലറി 1 സെൻറ്റിമീറ്റർ ഓഫ് ആംബുല വേട്ടർ. ഹെഡ് ഓഫ് പാങ്ക്രിയാസിൽ വരുന്നതാണ് പെരിയാമ്പുലറി കാർസിന് മോസ്റ്റ് കോമൺ. പിന്നെ ആംബുല വരാം, ഡിസ്റ്റൽ സി ബി ഡി, ഡുവോഡിനം. ആംബുല നമ്മൾ 3 പറഞ്ഞു: ആംബുല, ഇൻട്രാ ഡുവോഡൽ സി ബി ഡി, ഇൻട്രാ പാങ്ക്രിയാറ്റിക് ഡക്ട്, ഇതെല്ലാം വരാം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ പറഞ്ഞല്ലോ, പെരിയാമ്പുലറിൽ പെയിൻലെസ് പ്രോഗ്രസീവ് പെർസിസ്റ്റൻറ്റ് ജോണ്ടിസ് ആയിരിക്കും, വെയിറ്റ് ലോസ് ഉണ്ടാവും, അനോറക്സിയ, പാൽപ്പബിൾ ഗോൾ ബ്ലാഡർ. ഇതൊക്കെയാണ് പെരിയാമ്പുലറി കാർസിനോമയുടെ ഫീച്ചർ. ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറിൽ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ പെയിൻലെസ് വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ജോണ്ടിസ് വിത്ത് ഇൻറ്റർമിറ്റൻറ്റ് ബിലിയറി ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജി ഐ ബ്ലീഡിങ്.
അത്രേ ഉള്ളൂ. ബെറ്റർ പ്രോഗ്നോസിസ് ആംബുലറി കാർസിനോമയ്ക്കാണ്. ഇറ്റ് ക്യാൻ ബി റിസെക്റ്റബിൾ ഈസിലി ഓൾസോ. എന്നാൽ പാങ്ക്രിയാസിനകത്തല്ലല്ലോ, ജസ്റ്റ് ആംബുലിൽ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ ഗോ ട്രാൻസ് ഡുവോഡനലി ഓർ ഇൻട്രാഡുവോഡനലി ആൻഡ് വി ക്യാൻ റിമൂവ് ഇറ്റ്. അപ്പം രണ്ട് ഇതിൻ്റെ മെയിൻ സർജറീസ് വിപ്പിളുള്ളൂ. വിപ്പിൾ സർജറി, വിപ്പിൾ പാങ്ക്രിയാറ്റിക് ഡുവോഡക്ടമിയാണ് നമ്മൾ മെയിൻ സർജറി ആയിട്ട് പറയുന്നത്. പക്ഷേ പെരിയാമ്പുലർ കാർസിനോമയ്ക്ക് നമുക്ക് എപ്പോഴും നമുക്ക് റിസെക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ റിസെക്റ്റബിൾ ആണെങ്കിൽ മാത്രം വിപ്പിൾ പാങ്ക്രിയാറ്റിക് ഡുവോഡക്ടമിയാണ്. പാങ്ക്രിയാറ്റിക് ഡുവോഡക്ടമിയുടെ സർജറി നമുക്ക് റിസെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബോർഡർ ലൈൻ റിസെക്റ്റബിൾ ആണെങ്കിൽ നമ്മൾ നിയോ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി കൊടുത്തിട്ട് നമ്മൾ അതിനെ റിസെക്റ്റബിൾ ആക്കാൻ നോക്കും. എന്നിട്ട് അൺറിസെക്റ്റബിൾ ആണ് വി ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ കീമോതെറാപ്പി യൂസിങ് ജെംസിറ്റാബിൻ അല്ലെങ്കിൽ ഫോൾഫിറിനോക്സ് കീമോ ബേസ്ഡ് തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. ട്യൂബർ മാർക്കർ രണ്ടെണ്ണത്തിനും CA-99 ആണ്. CAയും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഹിസ്റ്റോളജി അറിയേണ്ടതെന്ന് വെച്ചാൽ മോസ്റ്റ് കോമൺലി അഡിനോ CA, ഇറ്റ് ഇസ് അഗ്രസീവ്. ഐലറ്റ് സെൽസ് ട്യൂമേഴ്സ് വരുന്നത് പാങ്ക്രിയാറ്റിക് ന്യൂറോൻഡോക്രൈൻ ട്യൂമേഴ്സിൽ വരാം. സിസ്റ്റിക് ന്യൂപ്ലാസ്മസ് വരാം. പിന്നെ ലിംഫോമ, മെറ്റാസ്റ്ററ്റിക് ട്യൂമേഴ്സ് ഒക്കെ വരാം. പക്ഷേ മോസ്റ്റ് കോമൺ ഈസ് അഡിനോ കാർസിനോമ. ഓക്കെ. ഇനി പാങ്ക്രിയാറ്റിക് ന്യൂറോൻഡോക്രൈൻ ട്യൂമേഴ്സിൻ്റെ ഫംഗ്ഷണൽ ട്യൂമേഴ്സ് എന്താ പറയുക? ഇൻസുലിനോമ, ഗ്യാസ്ട്രിനോമ, ഗ്ലൂക്കോണോമ, VAPOമ, സൊമാറ്റിനോമ, ഇതൊക്കെ സൊമാറ്റോസൈറ്റിനോമ വരാം. അപ്പം നമുക്കതിൻ്റെ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ഇൻസുലിനോമയ്ക്ക് അത് വരുന്നത് വിപ്പിൾ സ്റ്റൈഡ് ഇൻസുലിൻ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ ഫാസ്റ്റിംഗ്, ഹൈപ്പോഗ്ലൈസീമിയ, ന്യൂറോഗ്ലൈക്കോപെനിസിൻഡസ്, റിലീഫ് വിത്ത് ഗ്ലൂക്കോസ് ഒക്കെ വരാം. ഗ്യാസ്ട്രിനോമയ്ക്ക് അത് സൊളിഞ്ചർ റിലീസ് സിൻഡ്രോം എന്ന് പറയുന്നത്. കാരണം ഗ്യാസ്ട്രിൻ ഇവിടെ ഉണ്ടാകുമ്പോൾ പെപ്റ്റിക് അൾസേഴ്സ് വരാം, ഡയേറിയ വരാം, ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിൻ സെക്രീഷൻസ് ഉണ്ടാകും. ഗ്ലൂക്കോണോമയിൽ ഗ്ലൂക്കോൺ ഒരുപാട് ഉണ്ടാകുന്നത് ഡയബറ്റിക് മെലിറ്റസ് വരാം, നെക്രോലൈറ്റിക് മൈഗ്രേറ്ററി എറിത്രിമയൊക്കെ വരാം. VAPOമയിൽ വാട്ടറി ഡയർ ഉണ്ടാകും, അങ്ങനെ V8 ഉണ്ടാകുന്നുണ്ട്. സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ടാകുന്നത് ഡയബറ്റിക്സ് മെലിറ്റസ്. അപ്പം ജസ്റ്റ് ഫംഗ്ഷണൽ പാങ്ക്രിയാറ്റിക് ന്യൂറോൻഡോക്രൈൻ ട്യൂമർ ഈസ് എ DD ഫോർ ഓൾ പെരിയാമ്പുലറി കാർസിനോമസ്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നോൺ ഫംഗ്ഷണൽ പാങ്ക്രിയാറ്റിക് എൻഡോക്രൈൻ ട്യൂമേഴ്സും വരാം. സെക്രീഷൻസ് ഒന്നുമില്ല, ലേറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കും. അബ്ഡോമിനൽ പെയിൻ, വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാം. പാങ്ക്രിയാറ്റിക് ഹെഡിലാണ്. ഇത് ക്യാൻ ഓൾസോ കോസ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ DDs ആണ്. DDs വരെ പെരിയാമ്പുലറി ക്യാൻസർ ആണ്, ഫംഗ്ഷണൽ ന്യൂറോൻഡോക്രൈൻ ട്യൂമേഴ്സ്, നോൺ ഫംഗ്ഷണൽ ന്യൂറോൻഡോക്രൈൻ ട്യൂമേഴ്സ്, ലിംഫോമ. ഓക്കെ. എറ്റിയോളജി ഏറ്റവും കൂടുതൽ സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. 2 ഫോൾഡ് 20 ഫോൾഡ് റൈസർ ഉണ്ടാവുന്ന പറയുന്നത്. നൈട്രോസമീൻസ് ടൊബാക്കോയിലുണ്ടല്ലോ, അത് കാരണമാണ് വരുന്നത്. ഹൈ അനിമൽ അല്ലെങ്കിൽ മീറ്റ് ഡയറ്റ് കാരണം വരാമെന്ന് പറയും. ആൽക്കഹോൾ, കോഫി, ടീക്ക് വലിയ ഡയറക്റ്റ് കൊസേഷൻ ഇല്ലെങ്കിൽ പക്ഷേ ഹെവി ആൽക്കഹോളിന് ക്രോണിക് പാങ്ക്രൈറ്റിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കാർസിനോമിക് ക്യാൻസർ ഉണ്ടെന്നാണ് പറയുന്നത്. റേഡിയേഷൻ എക്സ്പോഷറും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ. പ്രീവിയസ് ഗ്യാസ്ട്രക്ടമിയും റിസ്ക് പറയുന്നുണ്ട്, കോളിസിസ്റ്റമിയും പറയുന്നുണ്ട് റിസ്ക്. അപ്പോൾ ഇതൊക്കെ ഓൾഡ് സാധനമാര് ചോദിക്കാൻ പറ്റിയതാണ്. റിസ്ക് ഫാറ്റിൽ സിഗരറ്റും ആൽക്കഹോളും ആനിമൽ ഫാറ്റും ഓർത്ത് വെക്കണം. ജനറ്റിക് റിസ്ക് ഫാക്ടറിൽ ഫെമിലിയൽ പാങ്ക്രിയാറ്റിക് ക്യാൻസർ FPC ഓർക്കണം. ഹെറിറ്ററി സിൻഡ്രോംസ്, ലിഞ്ച് സിൻഡ്രോം, പ്യൂച്ച് ചെക്കർ, ഹെറിറ്ററി പാങ്ക്രിയാറ്റിസ് ഒക്കെ വരാം. ഹെറിറ്ററി പാങ്ക്രിയാറ്റിസ് സ്പിങ്ക് ജീൻ മ്യൂട്ടേഷൻ, നമ്മുടെ തൃശ്ശൂരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ എന്തോ കസാവ ബേസ്ഡ് ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന പാങ്ക്രിയാറ്റിസ് ആണ് ഹെറിറ്ററി പാങ്ക്രിയാറ്റിസ്. പിന്നെ KRAS മ്യൂട്ടേഷൻ, TP53, ഇതെല്ലാം ജനറ്റിക് റിസ്ക് ഫാക്ടേഴ്സ് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ആണ്. 3-4 ജീൻസുകൾ പറയാം. ഒരു ന്യൂമോണിക്കാണ് സ്മോക്ക് പാങ്ക്രിയാസ്. നമ്മൾ പണ്ടേ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞത് സ്മോക്കിംഗ്, മീറ്റ്, ഓൾഡ് ഗ്യാസ്ട്രക്ടമി, KRAS മ്യൂട്ടേഷൻ, എൻവയോൺമെന്റൽ ഫാക്ടർ, പാങ്ക്രിയാറ്റിസ്, ആൽക്കഹോൾ, നൈട്രേറ്റ്സ് കോമ്പൗണ്ട്സ്, കോൾസിസ്റ്റമി, റേഡിയേഷൻ, എൻഡോക്രൈനോജനറ്റിക് ഫാക്ടേഴ്സ്, അസിഡ് അഡക്ടർ ഹൈപ്പർവൈസ്, P53. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. വലിയ റെലവൻ്റ് ഉണ്ട്, പക്ഷേ സ്മോക്കിംഗ് ഓർക്കണം. ക്ലിനിക്കൽ പ്രസന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേസ് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് പറയുക. ഒബ്സ്ട്രക്റ്റിക് ജോണ്ടിസിലെ എല്ലാ കേസസിനകത്തും ഗ്രാജുവലി പ്രോഗ്രസീവ് ജോണ്ടിസ് ആണോ അതോ ഫ്ലക്ച്വേറ്റിംഗ് ജോണ്ടിസ് ആണോ നോക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ജോണ്ടിസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇന്റർമിറ്റന്റ് ജോണ്ടിസ് ഡ്യൂ ടു ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമ. ഗ്രാജുവലി പ്രോഗ്രസീവ് പെയിൻലെസ് പെർസിസ്റ്റന്റ് ജോണ്ടിസ് ആണ്, ദാറ്റ് ഇസ് ഡ്യൂ ടു C ഹെഡ് ഓഫ് പാങ്ക്രിയാസ്. അപ്പോൾ നമുക്ക് 2 ഡയഗ്നോസിസേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി എയ്തർ C ഹെഡ് ഓഫ് പാങ്ക്രിയാസ് ഓർ ഇറ്റ് ക്യാൻ ബി ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമ ഉണ്ടാകുന്ന ജോണ്ടിസ്. പ്രൂറൈറ്റിസ് വരാം. പ്രൂറൈറ്റിസ് എന്തുകൊണ്ടാണ് വരുന്നത്? ബൈൽ സോൾസ് ഒക്കെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ആവും. ബൈൽ സാൾട്സ് പോയിട്ട് നമ്മുടെ ഒപ്പിയോഡ് റിസെപ്റ്റേഴ്സ് ഓഫ് സ്കിൻ അത് ഇറിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒപ്പിയോഡ് ആൻറ്റാഗോണിസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇത് കുറയ്ക്കുന്നത്, ഇച്ചിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ പ്രൂറൈറ്റിസിന് കോളിസിസിന് ഉണ്ടാകുന്ന മെയിൻ കോസ് ദാറ്റ് ഇസ് ബൈൽ സോൾട്സ് ഡെപ്പോസിഷൻ ഇൻ ദ സ്കിൻ വിച്ച് ഇറിറ്റേറ്റ്സ് ഒപ്പിയോഡ് റിസെപ്റ്റേഴ്സ്. പെയിൻ വരാം, ദാറ്റ് വിൽ ബി ഡൾ എപ്പിഗാസ്ട്രിക് പെയിൻ ഡ്യൂ ടു ബൈ റൂട്ട് പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ. സിവിയർ പെയിൻ വരാം, സീലിയാക്കോസ് പ്ലാങ്ക്രിൻ നെർവ് ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ വരാം. ക്ലേ കളേർഡ് സ്റ്റൂൾസ് വരാം, കാരണം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് കാരണം നമ്മുടെ പിഗ്മെന്റ്സ് ഒന്നും നമ്മുടെ GIT വരുന്നില്ല. അത് കാരണം നമ്മുടെ സ്റ്റൂളിൽ നിന്നില്ല, ഈ സെർക്കോബിലോഞ്ചൻ ഇല്ല, അതുകൊണ്ട് ക്ലേ കളേർഡ് സ്റ്റൂൾസ് ആയിരിക്കും. പക്ഷേ ഈ പിഗ്മെന്റ്സ് എല്ലാം കൂടെ ഈ ബ്ലഡിനകത്തോടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂറോബിലോഞ്ചൻ ഉണ്ടെങ്കിൽ ബ്ലഡിനകത്ത് ഉണ്ടായിട്ട് അത് യൂറിൻ വഴി പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ കളേർഡ് യൂറിൻ. പിന്നെ സിൽവറി സ്റ്റൂൾസ് വരുന്ന എപ്പോഴായിരിക്കും? ആംബുലറി ഈ ഇതിനകത്തുണ്ട്. ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമയിലാണ് നമ്മൾ സിൽവറി കളേർഡ് സ്റ്റൂൾസ് പറയുന്നത്, അല്ലെങ്കിൽ ഡുവോഡൽ കാർസിനോമിലും പറയാം. ഡുവോഡൽ ഒബ്സ്ട്രക്ഷനകത്ത് എന്ത് വരാം? ഈ നോസിയ, വോമിറ്റിംഗ്, അല്ലെങ്കിൽ സെറ്റിറ്റിക്ക് വരാം. പാങ്ക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി വരാം, മാലബ്സോർഷൻ ഡയബറ്റീസ് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യും. ന്യൂ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ് 10-20 ആൾക്കാരിൽ കാണാം. അക്യൂട്ട് പാങ്ക്രിയാറ്റിസ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എക്സാമിന് അപ്പോൾ സിംറ്റമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായിരിക്കും? ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആയിരിക്കും. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഇറ്റ് ഷുഡ് ബി ഫ്ലക്ച്വേറ്റിംഗ് ആണോ അതോ പെയിൻലെസ് പ്രോഗ്രസീവ് പെർസിസ്റ്റന്റ് ജോണ്ടിസ് ആണോ എന്ന് എഴുതണം.
പിന്നെ പ്രൂറൈറ്റിസ് പറയാം, കൊളിസ്റ്റാസിസ്, ബൈൽ സോൾട്ട് ഡെപ്പോസിഷൻ കാരണമുള്ളത് എഴുതണം, പെയിൻ എഴുതണം, ക്ലേ കളേർഡ് സ്റ്റൂൾസ്, ഹൈ കളേർഡ് യൂറിൻ. ഓക്കെ, ഇത്രയും സാധനങ്ങളൊക്കെ എഴുതിയാൽ മതി. ക്ലിനിക്കൽ പ്രസന്റേഷൻ ഡുവോഡൽ അഡെനോകാർസിനോമ, ഇറ്റ് വിൽ ബി അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ഒക്കൾട്ട് ബ്ലീഡിംഗ് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാം, ഓഫ്സെറ്റ് ജോണ്ടിസ് വരാം ആംബുലിക്ക് അടുത്താണെങ്കിൽ. ഫിസിക്കൽ ഫൈൻഡിങ്സ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഇക്ടറസ് കാണാൻ പറ്റും. മിക്ക ആൾക്കാരിലും ഏർലി സ്റ്റേജസിൽ കാണത്തില്ല. ബട്ട് നമുക്ക് കിട്ടുന്ന കേസസിൽ മിക്കവാറും ഇക്ടറസ് കാണാം. ഇക്ടറസ് നമ്മൾ എവിടെ കാണുന്നത്? സ്ക്ലീറയിലല്ലേ കാണുന്നത്. സ്ക്ലീറൽ ഇലാസ്റ്റിൻ്റെ ഫൈബേഴ്സിനകത്തൂടെ ബൈൽ പിഗ്മെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇക്ടറസ് കാണുന്നത്. മോസ്റ്റ് കോമൺ ഫിസിക്കൽ ഫൈൻഡിങ്ങിന് ഓഫ്സെറ്റ് ജോണ്ടിസ് ഇക്ടറസ്. എപ്പിട്ടോമെഗാലി ഉണ്ട്, എൻലാർജ് ലിവർ ഡ്യൂ ടു ബിലിയറി ഒബ്സ്ട്രക്ഷനോ മെറ്റാസ്റ്റാസിസ് ആണ് എപ്പിട്ടോമെഗാലി. അത് കാണാം. പാൽപ്പബിൾ ഗോൾ ബ്ലാഡർ കാണാം, ദാറ്റ് ഈസ് കോൾഡ് കർവേഷ്യസ് സൈൻ. നമ്മുടെ കർവേഷ്യസ് ലോ എന്നാന്ന് ഓർമ്മയുണ്ടോ? ഇൻ എ കേസ് ഓഫ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഇഫ് ദ ഗോൾ ബ്ലാഡർ ഈസ് പാൽപ്പബിൾ ഇറ്റ് ഈസ് സെൽഡം ഡ്യൂ ടു സ്റ്റോൺസ്. അതാണ് എന്ത്? കർവേഷ്യസ് ലോ. അപ്പോൾ അത് പലരും എല്ലാ എക്സാമിനും ചോദിക്കും പിന്നെ വാട്ട് ഈസ് കർവേഷ്യസ് ലോ. അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ ഇൻ എ കേസ് ഓഫ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഇഫ് ദ ഗോൾ ബ്ലാഡർ ഈസ് പാൽപ്പബിൾ ഇറ്റ് ഈസ് സെൽഡം ഡ്യൂ ടു സ്റ്റോൺസ്. കാരണം നോർമലി ഗോൾ സ്റ്റോൺ ഉണ്ടാകുന്നതിന് മുമ്പ് ഗോൾ ബ്ലാഡർ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ഗോൾ ബ്ലാഡർ ഡിസ്റ്റൻഡ് ആയിട്ട് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഇരിക്കുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു സ്റ്റോൺസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു മാലിഗ്നൻസി. എക്സെപ്ഷൻ ആകെയുള്ളത് ഡബിൾ ഇമ്പാക്ഷൻ സ്റ്റോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ കർവോസിസ് സൈൻ എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡർ പാൽപ്പബിൾ ആയിട്ടിരിക്കുന്നതിന് കർവോസിസ് സൈൻ എന്ന് പറയും. അതിൻ്റെ ലോ ആണ് കർവോസിസ് ലോ. പിന്നെ പാൽപ്പബിൾ അബ്ഡമിനൽ മാസ്, ഒരു അഡ്വാൻസ് ഡിസീസിൽ നമുക്ക് പാങ്ക്രിയാറ്റിക് മാസ് തന്നെ ഇങ്ങനെ പാൽപ്പബിളായിട്ട് ഇരിക്കാൻ പറ്റും. അസൈറ്റിസ് ഉണ്ടാവാം, പെരിറ്റോണിയൽ സ്പ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒക്കൾട്ട് ഫീക്കൽ ബ്ലീഡ് വരാം, മൈഗ്രേറ്റഡ് ത്രംബോഫ്ലെബിഡെസ്റ്റോഷ്യൽ സിൻഡ്രോം ഒക്കെ വരാം. അപ്പോൾ ജസ്റ്റ് ഈ ഫൈൻഡിങ്സ് ഒക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടോ നോക്കണം. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്തൊക്കെ? ബൈൽ ഡക്റ്റ് സ്ട്രിക്ചർ വരാം, കൊളാഞ്ചിയോ കാർസിനോമ, കൊളിഡോക്കോലിത്യാസിസ്, CBD സ്റ്റോൺ, ഗോൾ ബ്ലാഡർ ക്യാൻസർ, കൊറോണിക് പാങ്ക്രിയാറ്റിസ്, ലിംഫോമ. അപ്പോൾ ഇതെല്ലാം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ കോസസ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാം. ബൈൽ ഡക്റ്റ് സ്ട്രിക്ചർ പറയാം, കൊളാഞ്ചിയോ കാർസിനോമ, ഇതെല്ലാം പെരിയാമ്പുലറി ക്യാൻസറിനുള്ള ബാക്കി സാധനങ്ങളെല്ലാം പറയാം. അത് കൂടാണ്ട് GB ക്യാൻസർ പറയാം, ക്രോണിക് പാങ്ക്രിയാറ്റിസ് പറയാം, ലിംഫോമ പറയാം. ഓക്കെ, കോംപ്ലിക്കേഷൻസ് എന്താ? ഇറ്റ് ക്യാൻ ബി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. പിന്നെ മുകളിലോട്ട് പോകാം, അസെൻഡിങ് കൊളാഞ്ചൈറ്റിസ് ഉണ്ടാവും, ഇങ്ങോട്ട് ലാറ്ററിലോട്ട് പോയി അക്യൂട്ട് പാങ്ക്രിയാറ്റിസ് ഉണ്ടാവും, മുകളിലോട്ട് ഡുവോഡൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, താഴോട്ട് GA ബ്ലീഡിംഗ് ഉണ്ടാവും, പിന്നെ പാങ്ക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി, എക്സോക്രൈൻ എൻഡോക്രൈൻ ഇൻസഫിഷ്യൻസീസ് ഉണ്ടാവും, ലിവർ മെറ്റാസിസ് ഉണ്ടാവും, പെരിട്ടോണിയൽ മെറ്റാസിസ് ഉണ്ടാവും, കെക്കെക്സിയ, വീനസ് ത്രോംബോംബോളിസം. അപ്പോൾ ഇത് 3-4 കളറടിച്ച പോയിന്റ്സുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഡയഗ്നോസിസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെരിയാമ്പുലറി ക്യാൻസറിലെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ അവർ ചോദിക്കാം ഹൗ ഡു യു പ്രൊസീഡ് എന്ന്. അപ്പോൾ നമ്മൾ പറയണ ഫസ്റ്റ് നമ്മൾ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അൾട്രാസൗണ്ട് അബ്ഡമനാണ് നമ്മൾ ആദ്യം പറയുന്നത്, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് എക്സാമിനേഷൻ. പക്ഷേ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുമ്പോൾ ആദ്യം പറഞ്ഞാൽ അൾട്രാസൗണ്ട് അബ്ഡമൻ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഓർഗൻ ഓഫ് ഒറിജിനൊക്കെ നോക്കും, ഡയഗ്നോസിസ് ചെയ്യും, അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നമ്മളൊരു ഇൻ്റർവെൻഷനിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനിൽ ഓൾവേസ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സംഭവം എന്താ? നമ്മൾ ലിവർ ഫംഗ്ഷൻ നോക്കണം. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി കോളിസ്റ്റാറ്റിക് പാറ്റേൺ. ബൈൽ സ്റ്റേസിസ് ഉണ്ടല്ലോ, അപ്പോൾ ബിലിയറി ഒബ്സ്ട്രക്ഷൻ കാണും. കോളിസ്റ്റാറ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതായിരിക്കും ടോട്ടൽ ബിലിറൂബിൻ വിൽ ബി എലവേറ്റഡ്, ALP ബൈ സിറം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഉണ്ടല്ലോ, സിറം ആൽക്കലൈൻ എലവേറ്റഡ് ആയിരിക്കും, ALP GT രണ്ടും എലവേറ്റഡ് ആയിരിക്കും നോർമലി, പിന്നെ OTPT അതെല്ലാം എലവേറ്റഡ് ആയിരിക്കും. പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് പാറ്റേൺ എപ്പോഴും പറഞ്ഞാൽ ഇറ്റ് ഇസ് ALP GGT റേഷ്യോ, ALP ആൻഡ് GGT ഇത് രണ്ടും മോർ എലവേറ്റഡ് ആയിരിക്കും കമ്പയർഡ് ടു അതർ. അപ്പോൾ അതാണ് നോർമലി ഒബ്സ്ട്രക്റ്റീവ് പാറ്റേൺ. കാരണം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസോ GGTയോ എലവേറ്റഡ് ആണെങ്കിൽ അത് പൊതുവെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്നാണ് പറയാറ്. ഇപ്പോൾ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ള ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ ലെഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ ALP GT 300-400 നോർമലി 70-100 ആണ് ALP GT. അപ്പോൾ അതൊരു 200-300 150-200 ഒക്കെ എലവേറ്റഡ് അതിനർത്ഥം എന്തായിരിക്കും? ഗോൾ ബ്ലാഡർ പേഷ്യൻറ്റിൽ അത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉള്ള മോസ്റ്റ് കോമൺ കോസ് ഗോൾ ബ്ലാഡർ സ്റ്റോൺ സ്ലിപ്പായി പോകുന്നത് CBDയിൽ, കൊളിഡോക്കോലിത്യാസിസ്. പക്ഷേ ഒരു 70-year-old മെയിൽ വന്നേക്കുന്നു ഹു ഹാസ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, അപ്പോൾ നമ്മൾ ALP GT ഒക്കെ ഭയങ്കര എലവേറ്റഡ്, ബിലിറൂബിൻ 10-15 ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് ഹാവിങ് കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് പ്രോബ്ലി ഡ്യൂ ടു മലിഗ്നൻ എറ്റിയോളജി. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഏജ് വെച്ചിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ വെച്ചിട്ടും പറയാൻ പറ്റും കോളിസ്റ്റാസിസ് എന്തുകൊണ്ടാണെന്ന്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടായിരിക്കുന്നത് CBD സ്റ്റോൺ കൊണ്ടാണോ അതോ സിയഡോ പാങ്ക്രിയാസ് മാലിനൻസി കൊണ്ടാണോ എന്ന് അറിയാൻ പറ്റും. പിന്നെ CBCയുടെ റെലവൻസ് എന്താ? ഇവർക്ക് അനീമിയ ഉണ്ടാകും, ബ്ലീഡിങ് ഉള്ളതുകൊണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കൊളാഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ TLC എലവേറ്റഡ് ആയിരിക്കും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് ഇവർക്ക് കുറവായിരിക്കും, ഇവർക്ക് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകുന്നുണ്ട്. ബിലിറൂബിൻ കൂടുന്തോറും പ്ലേറ്റ്ലെറ്റ് കുറയും, അങ്ങനെ എന്തൊക്കെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ത്രോംബോസൈറ്റോപീനിയ ക്ലിനിക്കലി കാണാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ലേറ്റ് സ്റ്റേജിലെ പോർട്ടൽ വീനസ് ത്രോംബോസിസിലൊക്കെ പോയി സ്പിനോമെഗാലി വരുമ്പോൾ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവും. പൊതുവെ പ്ലേറ്റ്ലെറ്റിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ബി ലോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ CBCയിൽ അനീമിയ വരാം, TLC റൗണ്ട് കൊളാഞ്ചൈറ്റിസിൽ കൂടാം, പ്ലേറ്റ്ലെറ്റ്സ് കുറയാം. ട്യൂമർ മാർക്കേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ട്യൂമർ മാർക്കർ പഠിച്ചു, ഒന്ന് CA99ഉം പിന്നെ CA പിന്നെ CA494. ഇത് 3 ഉള്ളത്. നമുക്ക് CA99 മാത്രം പഠിച്ചാൽ മതി. സെൻസിറ്റിവിറ്റി 90% ഉള്ളത് പാങ്ക്രിയാസിന് CA99 ആണ്.
അത് നോർമൽ ആയിരിക്കും ഏർലി ക്യാൻസേഴ്സിലൊക്കെ. ഇപ്പോൾ സ്ക്രീനിങ്ങിന് യൂസ്ഫുൾ അല്ല, ജസ്റ്റ് പ്രോഗ്നോസ്റ്റിക് ഫാക്ടറാണ്, ഫോളോ അപ്പിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇമേജിംഗ് സ്റ്റഡീസ് നമ്മൾ പറഞ്ഞല്ലോ, അൾട്രാസൗണ്ട് അബ്ഡോമൻ ഫസ്റ്റ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇറ്റ് കൺഫേംസ് ഒബ്സ്ട്രറ്റിക് ജോണ്ടിസ് കോസ് സോഴ്സ്. ഇപ്പോൾ പിന്നെ ഡൈലേറ്റഡ് ഇൻട്രാ ഹെപ്പാറ്റിക് ആൻഡ് എസ്റ്റാബിലിറ്റി ബൈൽ ഡക്റ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും, ഗോൾ ബ്ലാഡറിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, ലിവറിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, അസൈറ്റിസ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് അൾട്രാസൗണ്ട് ഹെൽപ്പ് ചെയ്യും. CCTയുടെ ഗുണം എന്തായിരിക്കും? CCT വിൽ ഹെൽപ്പ് യു ടു നോ ദ ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ, ഈവൻ വൺസെമിനൽ ട്യൂമർ പോലും അറിയാൻ പറ്റും. പിന്നെ വാസ്കുലർ ഇൻവേഷൻ, ലിഫ് നോഡ് ഇൻവോൾവ്മെന്റ്, ഡിസ്റ്റന്റ് മെഡ്സ് ഒക്കെ അറിയാൻ പറ്റും. പാങ്ക്രിയാസിൽ എടുക്കുന്ന CT ഈസ് നോട്ട് ട്രിപ്പിൾ ഫേസ് CT. നോർമലി നമ്മൾ അബ്ഡമൻ്റെ CT ട്രിപ്പിൾ ഫേസാണ്. ആദ്യം ഒരു ആർട്ടീരിയൽ ഫേസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു പോർട്ടൽ വീനസ് ഫേസ് ഉണ്ടായിരിക്കും. ആർട്ടീരിയൽ ഫേസ് ഉണ്ട്, വീനസ് ഫേസ് ഉണ്ട്, പോർട്ടൽ വീനസ് വാഷ് ഔട്ട് ഉണ്ട്. അപ്പോൾ 3 ഫേസാണ് നോർമൽ അബ്ഡമൻ CT ട്രിപ്പിൾ CTയിൽ. പക്ഷേ നമ്മൾ പാങ്ക്രിയാസിൽ ഉണ്ടാകുന്ന CTക്ക് CCT അബ്ഡമൻ്റെ പാങ്ക്രിയാറ്റിക് പ്രോട്ടോക്കോളാണ്. അതിനകത്ത് കുറച്ചുകൂടെ സ്മാളർ കട്ട്സ് എന്ന് പറയും, ഈവൻ 1 mm കട്ട്സ് ഉണ്ടാവും. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊച്ചു കൊച്ചു വെസൽ ഇൻവോൾവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റും. അതർ ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കും? MRIയിൽ MRCP ആയിരിക്കും. അതിന് CTക്കുള്ള അഡ്വാൻറ്റേജ് ഇല്ല. ഉള്ളി MRCP ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഡൺ ടു ലുക്ക് ഫോർ ദ ബൈൽ ഡക്റ്റ് അനാട്ടമി. ഇപ്പോൾ സപ്പോസ് നമ്മൾ CBD സ്റ്റോൺ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു, അപ്പോൾ നമുക്ക് അറിയണം CBD സ്റ്റോൺ ഉണ്ടോ എന്ന് അറിയണം, അല്ലെങ്കിൽ CBDയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന കാര്യം നമുക്ക് MRCP എടുക്കാം. ഇറ്റ് വിൽസ് എ നോൺ ഇൻവേസീവ് വേ ടു ലുക്ക് അബൌട്ട് ദ അനാട്ടമി ഓഫ് CBD, അല്ലേ? അതാണ് ബിലിയറി പത്തോളജി, ബിലിയറി ഡക്ട് പത്തോളജിസ്റ്റ് അറിയാൻ വേണ്ടി MRCP യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇമേജിങ്ങിനകത്ത് നമ്മൾ പറയേണ്ടത്. ഇനി എൻഡോസ്കോപ്പിയിൽ നമ്മൾ ആംബുലറി ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ERCP എടുക്കുമ്പം ആംബുല ഇങ്ങനെ എൻഡോസ്കോപ്പി ഇങ്ങനെ താഴ്ത്തു പോകുമ്പോൾ ആംബുലയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു പ്രൊട്രൂഷൻ ആണ്, ഇൻട്രാമ്യൂറൽ വോളിനകത്തോട്ട് ലൂമിനകത്തോട്ട് ഒരു പ്രൊട്രൂഷൻ ആയിട്ട് ഇരിക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻട്രാമ്യൂറൽ പ്രൊട്രൂഷൻ, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് പ്രൊട്രൂഷൻ, അല്ലെങ്കിൽ അൾസറേഷൻ ആയിട്ട് അവിടെ ഇരിക്കാം. ഇനി CBD ലോവർ CBD അതിനകത്തൂടെ ക്യാൻലേറ്റ് ചെയ്യുമ്പോൾ CBDയുടെ ലോവർ എൻഡിനകത്ത് ലീഷൻസ് കാണാൻ പറ്റും. ഡൂഡൽ ക്യാൻസർ ഡയറക്റ്റ്ലി കാണാൻ പറ്റും. നമുക്ക് വല്ല സൈറ്റോളജി എടുക്കാം, വല്ല ബയോപ്സി ഒക്കെ എടുക്കാൻ പറ്റും. നോട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബയോപ്സി എടുക്കാം. ഇനി സപ്പോസ് പേഷ്യൻറ്റ് കൊളാഞ്ചൈറ്റിസിലാവുന്നേക്കുന്നത്, സിവിയർ ജോണ്ടിസ് ഉണ്ട്, പസ്സായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോട്ട്സ് ടു എൻഡോസ്കോപ്പി പിലറി സ്റ്റെൻഡിങ് ആൾസോ. അപ്പോൾ ഇതൊക്കെയാണ് ERCPയുടെ റോൾ. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് ബിലിയറി സ്റ്റെൻഡിങ് ആരിലൊക്കെ ചെയ്യാമെന്ന്. ഇപ്പം ചില പേഷ്യൻസ് ഓൾറെഡി കൊളാഞ്ചൈറ്റിസ് ആയിരിക്കുന്നത്, ബിലിറൂബിൻ മോർ ദാൻ 10 മുകളിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒബ്വിയസ്ലി സർജറിക്ക് മുമ്പ് വി ഹാവ് ടു റെഡ്യൂസ് ദ ബിലിറൂബിൻ, എങ്കിൽ മാത്രമേ നമുക്ക് ആ പേഷ്യൻറ്റിനെ സെപ്സിസിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രീ ഓപ്പറേറ്റീവിൽ ബിലിയറി സ്റ്റെൻഡിങ് നമ്മൾ പാലിയേഷൻ ചെയ്യാൻ പറ്റും, അൺറെസിറ്റബിൾ കണ്ടീഷൻ ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റ് കൊളാഞ്ചൈറ്റിസോ സെപ്സിസോ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. സിവിയർ മാൽന്യൂട്രീഷനിൽ ചെയ്യാൻ പറ്റും. പേഷ്യൻസ് റിക്വയറിംഗ് ഒപ്റ്റിമൈസേഷൻ ഓഫ് കറക്റ്റബിൾ മെഡിക്കൽ കണ്ടീഷൻ ബിഫോർ സർജറി. അപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഹിസ്റ്റോപത്തോളജി നമ്മൾ ബയോപ്സി എടുത്ത് അറിയില്ല, എൻഡോസ്കോപ്പി ബയോപ്സി എടുത്തു, അല്ലെങ്കിൽ ബ്രസ്റ്റ് സൈറ്റോളജി, അല്ലെങ്കിൽ US വഴി നമ്മൾ ബയോപ്സി എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം വഴി നമുക്ക് ബയോപ്സി എടുക്കുന്നതിന് വേണ്ടി ഡെഫിനറ്റീവ് ഡയഗ്നോസിസിന് വേണ്ടിയാണ്. അപ്പോൾ മോസ്റ്റ് കോമൺ ഡയഗ്നോസിസ് എന്തായിരിക്കും? പാങ്ക്രിയാറ്റിക് അഡിനോകാർസിനോമയാണ് വരാൻ പോകുന്നത്. അപ്പം അത് ബയോപ്സി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആൽഗോരിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് LFT, CBC, CA-99 ഇതെല്ലാം ചെയ്യും. അൾട്രാസൗണ്ട് അബ്ഡമൻ എടുക്കും, പാങ്ക്രിയാറ്റിക് CT എടുക്കും, കോൺട്രാസ്റ്റ് എൻഹാൻസ് CT സ്കാൻ പാങ്ക്രിയാറ്റിക് പ്രോട്ടോകോൾ അനുസരിച്ച്. സോ സ്റ്റേജിങ് ആൻഡ് സെറ്റബിൾ അതുവഴി ചെയ്യും. എന്നിട്ട് ഡക്റ്റൽ അനാറ്റമി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ MRCP എടുക്കും. നമുക്ക് ബയോപ്സി എടുക്കണമെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ERCP, ബയോപ്സി, സൈറ്റോളജി, സ്റ്റെൻഡിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബിലിറൂബിനുണ്ട്, വി ക്യാൻ ഡു സ്റ്റെൻഡിങ് ആൾസോ. എന്നിട്ട് നമ്മൾ ഹിസ്റ്റോപത്തോളജി കൺഫേം ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനമാണ് നിങ്ങൾ എക്സാമിന് പറയണം, ഈ ഒരു ഓർഡർ തന്നെ പറയണം. നമ്മൾ LFT, CBCയും CA-99 എടുത്തിട്ട് ബ്ലഡ് എടുത്തിട്ട് അൾട്രാസൗണ്ട് അബ്ഡമൻ എടുത്തിട്ട് പാങ്ക്രിയാറ്റിക് CT സ്കാൻ ചെയ്ത് നോക്കണം. അതുവഴിയാണ് നമ്മൾ സ്റ്റേജ് റിസപ്റ്റബിലിറ്റി ചെയ്യുന്നത്. ഡക്റ്റർ ആണെങ്കിൽ മാത്രം MRCP ചെയ്യും. ERCPയുടെ റോള് ബയോപ്സി, സൈറ്റോളജി, സ്റ്റെൻഡിങ്ങിന് വേണ്ടിയാണ്. പിന്നെ ബയോപ്സി കൺഫേം ചെയ്യണം. TNSG ഭയങ്കര എളുപ്പം. T1, 2, 3, 4. T1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2, T2 എന്ന് വെച്ചാൽ 2 to 4, T3 എന്ന് വെച്ചാൽ മോർ ദാൻ 4. T4 എന്ന് പറഞ്ഞാൽ ഇൻവോൾവിങ് ഓൾ 3 വെസൽസ്, ഇലിയാക് ആർട്ടറി, SMA ആൻഡ് കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി. അത്രയേ ഉള്ളൂ. നോഡ് പറയുമ്പോൾ N1 ഈസ് 1 to 3 നോഡ്, N2 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 4 നോഡ്സ്. മെറ്റാസിസ് M0, M1 സ്റ്റേജ് നമുക്ക് ആവശ്യമില്ല. T4 ആയി കഴിഞ്ഞാൽ ഇത് സ്റ്റേജ് 3. മെറ്റാസിസ് ഉണ്ടെങ്കിൽ സ്റ്റേജ് 4. പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജിങ്ങിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പാങ്ക്രിയാറ്റിക് പ്രോട്ടോകോൾ CCT ആണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. നമുക്ക് ട്യൂമറിൻ്റെ സൈസ്, വാസ്കുലർ ഇൻവെഷൻ, ലിഫ് നോഡ് ഇൻവോൾവ്മെന്റ്, ലിവർ മെറ്റ്സ്, ഡിസ്റ്റന്റ് മെറ്റ്സ് എല്ലാം അറിയാൻ പറ്റും. നമുക്ക് ആർട്ടീരിയൽ ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഓൾസോ ഗോ ഫോർ CT ആൻജിയോഗ്രഫി. ഇതൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. എക്സ്ട്രാ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് യു ഡു ഫോർ സ്റ്റേജിംഗ് എന്ന് വെച്ചാൽ മാത്രം ഇതൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്വലി ഫോർ ഡിറ്റക്ടിങ് സ്മാൾ ട്യൂമേഴ്സ്, ടു വാലിഡ് ലിംഫ് നോഡ്, വാസ്കുലർ ഇൻവേഷൻ, ഡുവോഡൽ വാൾ ഇൻവേഷൻ, US ഗൈഡ് FNA, CFNB ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി അൾട്രാസൗണ്ട് ചെയ്യും. MRCP നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പാങ്ക്രിയാറ്റിക് ഡക്റ്റ് അറിയണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ പെരിട്ടോണിയലോ ഒമണ്ടൽ മെറ്റാസസിസോ അസൈറ്റിസോ കൊണ്ട് മാത്രം നമ്മൾ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്യും. ERCP ഇറ്റ് ഈസ് എ തെറാപ്യൂട്ടിക് ബേസിക്കലി
ടു ഡ്രെയിൻ ഔട്ട് ദ എക്സസ് ബൈൽ കൊളാഞ്ചൈറ്റിസിൽ ERCP സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പെരസൈറ്റോളജിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞു വെക്കണം. ഈ ഒരു ഓർഡർ തന്നെ ചോദിക്കും. ഇനി വാട്ട് ഇസ് പാങ്ക്രിയാറ്റിക് പ്രോട്ടോകോൾ സീരീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് ട്യൂമർ സൈസ്, ലെവൽ ഓഫ് ബിലിയറി ഒബ്സ്ട്രക്ഷൻ, വാസ്കുലർ ഇൻവേഷൻ, ലിഫ് നോഡ് ഇൻവോൾവ്മെന്റ്, ലിവർ മെറ്റ്സ്, പെരിട്ടോണിയൽ മെറ്റ്സ് ആൻഡ് റെസെക്റ്റബിലിറ്റി. ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള CT സ്കാനാണ്. ഇത് കട്ട്സ് ആർ 1 mm കട്ട്സ്, അത്രയുള്ള പ്രത്യേകത. ഇനി CT ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഡൺ ടു ലുക്ക് ഫോർ ദ ആർട്ടറി വെയിൻ ആൻഡ് ഇത് ആർട്ടറി SMA, SMV, പോർട്ടൽ വെയിൻ, സീലൈക്കസിസ്, കോമൺ ഹെപ്പാറ്റിക്. വാസ്കുലർ അനട്ടമിക്കൽ വേരിയേഷൻ, വാസ്കുലർ എൻകേസ്മെന്റ് ആൻഡ് ഒക്ലൂഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻകേസ് അബട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെയിനകത്തോടെ ട്യൂമർ തൊട്ടിരിക്കുന്ന അബട്ട്മെന്റ്. ഇനി ഒരു വെയിനകത്തോട് ട്യൂമർ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതിന് എൻകേസ്മെന്റ്, ജസ്റ്റ് കേസ് ചെയ്യുന്നു. ഓക്കെ, അത് പാർഷ്യൽ എൻകേസ്മെന്റ് ഉണ്ടായിരിക്കും, മോർ ദാൻ 180 ഡിഗ്രി എൻകേസ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പം അബട്ട്മെന്റ് ഈസ് ജസ്റ്റ് ടച്ചിങ് ആൻഡ് എൻകേസ്മെന്റ് ഈസ് കവറിങ്. അപ്പോൾ അബട്ട്മെന്റ് ആണോ എൻകേസ്മെന്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CT ആൻജിയോഗ്രഫി ചെയ്യുന്നത്. എൻഡോസ്കോപ്പി അൾട്രാസൗണ്ട് ലെസ് ദാൻ 2 cm ട്യൂമർ ഡിറ്റക്ട് ചെയ്യാൻ സൊല്യൂഷനും ഉപയോഗിക്കും. ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്മാൾ പാങ്ക്രിയാറ്റിക് ട്യൂമേഴ്സ്. ലിഫിനോട് അറിയാൻ പറ്റും, വാസ്കുലർ ഇൻവേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും, ഡുവോഡൽ ഇൻവേഷനെ കൊണ്ടൊന്നും അറിയാൻ പറ്റും. US വഴി നമുക്ക് എന്നിട്ട് FNAC FNP എൻഡോസ്കോപ്പ് ഇട്ടിട്ട് അൾട്രാസൗണ്ട് എടുക്കുന്നതാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. അപ്പം ചെറിയ ട്യൂമേഴ്സിന് നമുക്ക് എൻഡോസ്കോപ്പി അൾട്രാസൗണ്ട് ചെയ്യാം. MRI MRC ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ബിലിയറി ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും പത്തോളജി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി പെരിട്ടോണിയൽ ലിവർ മെറ്റ്സ് അറിയാൻ വേണ്ടിയാണ്. ഇനി വാസ്കുലർ ഇൻവോൾവ്മെന്റ് നമ്മൾ പറഞ്ഞു, നോ വാസ്കുലർ ഇൻവോൾവ്മെന്റ് ആണ് ഇറ്റ് ഇസ് കോൾഡ് റെസെക്റ്റബിൾ. ഇനി വെയിൻ ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ SMV പോർട്ടൽ വെയിൻ ഇൻവോൾവ് ആണ്, നമുക്ക് പറയാം ഇറ്റ് ഇസ് ബോർഡർ ലൈൻ റെസെക്റ്റബിൾ. ഓക്കെ, ആർട്ടീരിയൽ എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ നോർമലി ഇറ്റ് ഇസ് യൂഷ്വലി അൺറെസെക്റ്റബിൾ. അപ്പോൾ വെയിൻസ് ആണ് നമുക്ക് റെസെക്ട് ചെയ്യാം, ആർട്ടറി ആണെങ്കിൽ അൺറെസെക്റ്റബിൾ ആയിരിക്കും. ഇനി മേജർ ആർട്ടറി ഒക്ലൂഷൻ ഉണ്ടെങ്കിൽ, ആർട്ടറിക്ക് അകത്ത് ത്രോംബോസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺറെസെക്റ്റബിൾ. ഓക്കെ, സ്പെനിക് വെസൽ ഒക്ലൂഷൻ ഉണ്ടെങ്കിലും എന്താ ഡസ് നോട്ട് പ്രിക്ലൂഡ് ഡിസ്റ്റൽ വാഗനക്ടമി. അത്രേ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇനി ഡയഗ്നോസ്റ്റിക് അൽഗോരിതം നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞു. ക്ലിനിക്കൽ സസ്പെക്ഷൻ നോക്കുമ്പോൾ LFT, CBC, CA19-9 ഒക്കെ എടുത്തു നോക്കണം. അത് കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് അബ്ഡോമൻ എടുക്കണം, പാങ്ക്രിയാറ്റിക് പ്രോട്ടോകോൾ CT എടുക്കണം. എന്നിട്ട് വെസൽ ഇൻവോൾവ്മെന്റ് നമുക്ക് സസ്പെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് CT ആൻജിയോഗ്രഫി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് EOS ഓർ FNEC എടുക്കാം, നമുക്ക് ബയോപ്സി എടുക്കണം. അല്ലെങ്കിൽ ലെസ് ദാൻ 2 cm ട്യൂമറൊക്കെയാണ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് MRI MRCPO സെലക്ടഡ് കേസസിൽ എടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് ERCP പോയി ബയോപ്സി എടുക്കുക. എന്നിട്ട് നമുക്ക് സർജറി പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഓൾവേസ് ഡു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി. ഇതിൻ്റെ മെറ്റാസ്റ്റാസിസ് റൂൾ ഔട്ട് ചെയ്യും. എന്നിട്ട് മാത്രമേ നമ്മൾ ഓപ്പൺ സർജറിയിലോട്ടുള്ള ഡെഫിനറ്റ് സർജറിയിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി വഴി മൊമെൻറ്റോ ഒന്നും ഇല്ല, ഡെപ്പോട്ട്സ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സർജറിയിൽ റിസെറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ റിസെറ്റ് ചെയ്യുന്ന സമയത്ത് റെസെറ്റബിൾ ട്യൂമർ ആയിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ വി വിൽ ഗോ വിത്ത് വിപ്പിൾസ് പ്രൊസീജിയർ. അപ്പോൾ വിപ്പിൾസ് പ്രൊസീജിയർ അത് ചെയ്യുന്നത് വെച്ചാൽ പാങ്ക്രിയാറ്റിക്കോ ഡുവോഡനക്ടമി, മൊത്തം പാങ്ക്രിയാസിൻ്റെ ഹെഡും നെക്കും ഓൾ ബ്ലാഡറും സെക്കൻഡ് തേർഡ് പാർട്ട് ഡുവോഡനും എല്ലാം കൂടെ റിമൂവ് ചെയ്യുന്നതാണ് പാങ്ക്രിയാറ്റിക് ഡുവോഡനക്ടമി. അതിനകത്ത് പൈലോറസ് കൂടെ റിമൂവ് ചെയ്യും. നോർമൽ ഡുവോഡനക്ടമിയിൽ കൺവെൻഷനകത്ത് പൈലോറസ് പ്രിസർവിങ് പാങ്ക്രിയാറ്റിക് ഡുവോഡനക്ടമി നമ്മൾ പൈലോറസ് എടുക്കാറില്ല, അതിന് ഡിസ്റ്റലായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ റിസെക്റ്റബിൾ ആണ് വി ഗോ ഫോർ വിപ്പിൾസ് പ്രൊസീജിയർ. ബോർഡർ ലൈൻ റിസെക്റ്റബിൾ ആയിട്ടാണ് വരുന്നെങ്കിൽ വി ഗോ ഫോർ നിയോഡ്ജുവൻറ്റ് തെറാപ്പി. പിന്നെ ട്യൂമർ ഷ്രിങ്ക് ആയി കഴിയുമ്പോഴത്തേക്കും അത് സർജറി. അൺറിസെക്റ്റബിൾ മെറ്റാസ്റ്റാസിക് ആണ് വിൽ ഗോ ഫോർ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. മനസ്സിലായോ? അപ്പം ഇതാണ് റിസെക്റ്റബിലിറ്റി ക്രൈറ്റീരിയ. ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. റിസെക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റ്സും ഇല്ല, നോ SMV പോർട്ടൽ വെയിൻ ഇൻവോൾവ്മെന്റ്, എല്ലാ വെസൽസിനിടയിൽ ഫാറ്റ് പ്ലെയിൻസ് ഒക്കെ പ്രിസർവ്ഡ് ആണ്. ബോർഡർ ലൈൻ റിസെക്റ്റബിൾ എന്ന് പറയുന്നതായിരിക്കും വീനസ് ഇൻവോൾവ്മെന്റ് ഉണ്ട്, SMV പോർട്ടൽ വെയിൻ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ പോർട്ടൽ വെയിൻ ഇൻവോൾവ്മെന്റ് നമുക്ക് ഇറ്റ് ഈസ് റീകൺസിഡറബിൾ, നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സർജറി ചെയ്ത് റിപ്പയർ ചെയ്യാൻ പറ്റും. ലെസ് ദാൻ 180 ഡിഗ്രി മാത്രമേ ഉള്ളൂ ട്യൂമർ കോണ്ടാക്ട്. പക്ഷേ മോർ ദാൻ 180 ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ഡു. ഓർ ലെസ് ദാൻ 180 ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീനസ് ഇൻവോൾവ്മെന്റ് ദാറ്റ് ഈസ് റീകൺസ്ട്രക്ട് എന്നുള്ള വാക്ക് മാത്രം ഓർത്താൽ മതി. ഇനി ആർട്ടറി അബട്ട്മെന്റ് ഷുഡ് ബി ലെസ് ദാൻ 180 ഡിഗ്രി. അപ്പോൾ ആർട്ടറി ഒരിക്കലും നമ്മൾ എൻഗേജ്മെന്റ് ഒന്നും പറയത്തില്ല. ആർട്ടറി ആണെങ്കിൽ ജസ്റ്റ് ടച്ചിങ് മാത്രമേ പാടുള്ളൂ. അത് മാക്സിമം 180 ഡിഗ്രിക്ക് അടുത്ത് വരെ ടച്ച് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ടച്ചിങ് വന്നാൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബോർഡർ ലൈൻ റിസെപ്റ്റബിൾ എന്ന് പറയണമെങ്കിൽ SMA അബട്ട്മെന്റ് ലെസ് ദാൻ 180 ഡിഗ്രിയാണ് ബോർഡർ റിസെപ്റ്റിന് അടുത്ത കാറ്റഗറി. പിന്നെ കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി അബട്ട്മെന്റ് ഓർ എൻകേസ്മെന്റ് വിത്തൗട്ട് എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണെങ്കിൽ ബോർഡർ റിസെക്റ്റബിൾ. ബോർഡർ റിസെക്റ്റബിൾ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഗോ ഫോർ നിയർ ജോയിന്റ് കീമോതെറാപ്പി. അപ്പം പോർട്ടൽ വെയിൻ SMV ഇൻവോൾവ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് റീകൺസ്ട്രക്റ്റബിൾ ദാറ്റ് ഈസ് ബോർഡർ റിസെക്റ്റബിൾ. ഇഫ് SMA ഈസ് ഇൻവോൾവ് ഇറ്റ് ഷുഡ് ബി അബട്ടിങ് ലെസ് ദാൻ 180 ഡിഗ്രി. ആൻഡ് കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി ആണെങ്കിൽ അബട്ട്മെന്റ് എൻഗേജ്മെന്റ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല മുകളിലോട്ട് താഴോട്ട്. അൺറെസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് മെറ്റ്സ്, സൈറ്റിസ്, ലിംഫ് നോഡ് മെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൺറെസ്റ്റബിൾ ആയിരിക്കും. ജസ്റ്റ് ഗോ ഫോർ പാലിയേറ്റീവ് തെറാപ്പി.
ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിരുന്നാൽ മതി. ഈ ബോർഡർ റിസപ്റ്റിൻ്റെ ക്രൈറ്റീരിയ ഒരു ചോദിക്കും. SMV ബോർഡർ ഇൻവോൾവ്മെന്റ് ദാറ്റ് ഇസ് റീകൺസ്ട്രക്റ്റബിൾ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ SMV അബട്ട്മെന്റ് ലെസ് ദാൻ 180 ഡിഗ്രി. പിന്നെ കോമൺ അപ്പാരിക്കാട്ട് അബട്ട്മെന്റ് എൻഗേജ്മെന്റ് വിതൗട്ട് എക്സ്റ്റൻഷൻ. മാനേജ്മെന്റ് അക്കോർഡിംഗ് റിസെറ്റബിലിറ്റി ഞാൻ പറഞ്ഞില്ല. റിസെറ്റബിൾ ആണ് റിസെറ്റ് ചെയ്യുക, പിപ്പിൾസ് ചെയ്യുക. ബോർഡറിൽ റിസെറ്റബിൾ ആണ് ന്യൂ അഡ്ജുവന്റ് കീമോയോ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാം. അൺറിസെറ്റബിൾ ആണെങ്കിൽ പാലിയേറ്റീവ് തെറാപ്പി കൊടുക്കാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് സർജറി ഫോർ ദിസിങ് വിപ്പിൾസ് പ്രൊസീജിയറാണ്. റിസെറ്റബിൾ ആണ് പാങ്ക്രറ്റിക്കോ ഡുവോഡനറ്റമി ആയിരിക്കും അല്ലേ. ഇനി ആംബുലോ ഓഫ് വേറ്ററുള്ള ആംബുലറി ക്യാൻസർ ആണ് വിച്ച് വി ക്യാൻ ഡു ഫോർ ട്രാൻസ്ഡുവോഡൻ ലോക്കൽ ആംബുലക്ടമി. ആംബുല മാത്രം റിമൂവ് ചെയ്യാൻ പറ്റും. T1 ട്യൂമേഴ്സ് കാർസിനോമ ഇൻസുലിറ്റൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്പൺ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫസ്റ്റ് ടു ആസസ് ട്യൂമർ റിസെപ്റ്റബിലിറ്റി, കംപ്ലീറ്റിംഗ് മാഗ്നറ്റിക് ഡോണറ്റിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ വിപ്പിൾ പ്രൊസീജിയറിൽ എന്തൊക്കെ റിമൂവ് ചെയ്യും? ഫസ്റ്റ് വിൽ റിമൂവ് ദ ഹെഡ് ഓഫ് പാങ്ക്രിയാസ്, then we remove the duodenum, first 2 to 4 parts, distal CBD along with the gallbladder, proximal jejunum also we are removing, and the distal stomach. ഇത്രയും സ്പെസിമെൻസ് നമ്മൾ റിമൂവ്, ഇത്രയും കൂടെ ഒരുമിച്ച് ഒരു എൻ ബ്ലോക്ക് ആയിട്ട് റിസെക്ട് ചെയ്യും. ദെൻ വി വിൽ ഗോ ഫോർ റീകൺസ്ട്രക്ഷൻ. ഫസ്റ്റ് വി വിൽ ഡു പാങ്ക്രിയാസോടെ ഏറ്റവും ആദ്യം ജിജനത്തിൽ അനസ് ദാറ്റ് ഇസ് പാങ്ക്രറ്റിക്കോ ജിനോസ്റ്റമി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ CBD കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അപ്പം ഹെപ്പാറ്റിക്കോ ജുനോസ്റ്റമി ചെയ്യണം. പിന്നെ മൂന്നാമത് ഗ്യാസ്ട്രോജുനോസ്റ്റമി. അപ്പോൾ ഈ 3 ടെക്നിക്കും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പിപ്പിൾ സർജറി. അപ്പം ക്യൂറാറ്റീവ് റിസെക്ഷന് കോൺട്രാൻഡിക്കേഷൻ എന്താ ഉള്ളത്? ഡിസ്റ്റൽ മെറ്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല, എക്സ്റ്റൻസീവ് ആർട്ടീരിയൽ എൻഗേജ്മെന്റ് നമ്മൾ ചെയ്യത്തില്ല, അൺറീകൺസ്ട്രക്റ്റബിൾ പോർട്ടൽ വെയിൻ SMV ആണ് ചെയ്യത്തില്ല, പുവർ പെർഫോമൻസ് സ്റ്റാറ്റസ് ആണെങ്കിലും നമ്മൾ സർജറി ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഇതിന് അനാസ്റ്റമോസിന് 3 അനാസ്റ്റമോസിസ്, അത് ജസ്റ്റ് അവർ ചോദിക്കുക എന്തൊക്കെയാണ്. ഫസ്റ്റ് അനാസ്റ്റമോസിസ് ഇസ് ഓൾവേസ് പാങ്ക്രറ്റിക്കോ എൻട്രിക് അനാസ്റ്റമോസിസ്. ഇത് പാങ്ക്രറ്റിക്കോ ജിനോസ്റ്റമി ആയിരിക്കും. ഇറ്റ്സ് എ 2 ലെയർ അനാസ്റ്റമോസിസ്. ഇന്നർ ലെയർ എപ്പോഴും ഇന്റർപ്റ്റഡ് ആയിരിക്കും, ഔട്ടർ ലെയർ ഇന്നർ ഇന്റർപ്റ്റഡ് കണ്ടിന്യൂസ്, ഔട്ടർ ലെയറിൽ ഓൾവേസ് ഇന്റർപ്റ്റഡ് സ്റ്റേ സ്വിച്ച്. അതൊന്നും അറിയാം. ജസ്റ്റ് പാങ്ക്രറ്റിക്കോ എൻട്രിക് അനാസ്റ്റമോസിസ്, പാങ്ക്രറ്റിക്കോ ജിനോസ്റ്റമി എന്ന് ഓർക്കണം. സെക്കൻഡ് ലെയർ ഇസ് ബിലിയറി എൻട്രിക് അനാസ്റ്റമോസിസ് ഓർ ഹെപ്പാറ്റിക്കോ ജിനോസ്റ്റമി. മൂന്നാമത് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ജിനോസ്റ്റമി അല്ലെങ്കിൽ ഡോഡനോ ജിനോസ്റ്റമി, ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ പൈലോസ് റിമൂവ് ചെയ്തില്ല എന്ന്. അത്രേ ഉള്ളൂ. കോംപ്ലിക്കേഷൻസ് ചോദിക്കാം. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ് ഡിലേഡ് ഗ്യാസ്ട്രിക് എംറ്റിങ്. സെക്കൻഡ് മോസ്റ്റ് കോംപ്ലിക്കേഷൻസ് ഈസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പാങ്ക്രറ്റിക് ഫിസ്റ്റുല. പിന്നെ വൂണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ലാപ്സസ് ഇതെല്ലാം വരാം, സിസസ് ഒക്കെ വരാം, ലീക്ക് വരാം. ഓക്കെ. പാലിയേറ്റീവ് സർജറി ഇമ്പോർട്ടൻ്റ് ആണ്. പാലിയേറ്റീവ് സർജറിയിൽ വരുന്ന സർജറീസിൻ്റെ പേര് Roux-en-Y ഹെപ്പാറ്റിക്കോ ജുനോസ്റ്റമി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റിയില്ല, ബട്ട് വിപ്പിൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടൊന്നുണ്ട്, ബൈൽ സ്റ്റേസിസ് ഉണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ദ ജിജുനം ആൻഡ് അനാസ്റ്റമോസിസ് വിത്ത് ദ CBD. അപ്പോൾ ദിസ് ഈസ് കോൾഡ് Roux-en-Y ഹെപ്പാറ്റിക്കോ ജുനോസ്റ്റമി. സോ ബിലറി എൻട്രിക് ബൈപ്പാസ്. അപ്പോൾ നമുക്ക് ബിലറി സ്റ്റേസിൽ നിന്ന് വരെ രക്ഷിക്കാൻ പറ്റും, ജോണ്ടിസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. പേഷ്യൻ്റ് വിൽ ഇവൻച്വലി വിൽ ഡൈ, ബട്ട് ജോണ്ടിസിൽ നമുക്ക് തൽക്കാലം അവരെ രക്ഷിക്കാൻ പറ്റും. ഗ്യാസ്ട്രോജനോസ്റ്റമി എപ്പോഴാണ് ചെയ്യുന്നത്? പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഗ്യാസ്ട്രിക് ഓൾറെഡി ഒബ്സ്ട്രക്ഷൻ്റെ പ്രശ്നം, വി ക്യാൻ ഡു ഗ്യാസ്ട്രോജനോസ്റ്റമി. ഡബിൾ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ Roux-en-Y ഹെപ്പാറ്റിക് ജുനോസ്റ്റമി പ്ലസ് ഗ്യാസ്ട്രോജനോസ്റ്റമി, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം. പിന്നെ സിവിയർ പെയിൻ ഉണ്ട്, വി ക്യാൻ ഗോ ഫോർ സീലാപ്ലസിസ് ന്യൂറോളിസിസ് ഓർ ബ്ലോക്ക്. പിന്നെ നോൺ സർജിക്കൽ പാലിയേഷൻ എന്ന് പറഞ്ഞാൽ സർജറി ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ പാലിയേറ്റ്, ദാറ്റ് ഈസ് വൈ SEMS, സെൽഫ് എക്സ്പാൻഡിങ് മെറ്റൽ സ്റ്റെൻസ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ലൈൻ പാലിയേഷൻ കൊടുക്കുന്ന ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ നമുക്ക് എൻഡോസ്കോപ്പ് വഴി നമുക്ക് സ്റ്റെൻസ് ഇടാൻ പറ്റും. അപ്പോഴത്തേക്ക് ഈ ജോണ്ടിസ് റിസോൾവ് ആവും. ഈ ട്യൂമർ ഇങ്ങനെ കംപ്രസ് ചെയ്യുമല്ലോ ഈ ഡക്റ്റിനെയൊക്കെ, അപ്പോൾ സെൽഫ് എക്സ്പാൻഡിങ് മെറ്റൽ സ്റ്റെൻസ് ഇടുമ്പോഴത്തേക്ക് ആ കംപ്രസർ റിലീവായിട്ട് ബൈലൊക്കെ താഴ്ത്തും. പെർക്യൂട്ടേനിയസ് ട്രാൻസ്ഹെപ്പാറ്റിക് ബിലിയറി ഡ്രെയിനേജ് PTBD. ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിക് സ്റ്റെൻസ് ഇടാൻ പറ്റാത്ത പേഷ്യൻസിൽ, അതിനോലും ഫിറ്റ് അല്ലാത്ത പേഷ്യൻസ് നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡായിട്ട് നമുക്ക് ലിവർ ഡയറക്റ്റ് പങ്ക്ചർ ചെയ്യാം, ഇത് ഡ്രെയിൻ ചെയ്ത് കളയാം ബിലിറൂബിൻ. അപ്പം ബിലിറൂബിൻ ബ്ലഡിൽ കുറയാത് കാരണം. എൻഡോസ്കോപ്പി ഡുവോഡനൽ സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? പേഷ്യൻറ്റിന് ഗ്യാസ്ട്രിക്കോളോട് ഒബ്സ്ട്രക്ഷൻ നമുക്ക് എൻഡോസ്കോപ്പിലിട്ട് ഡുവോഡനൽ സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സിസ്റ്റമിക് കീമോ, അത് ഫോൾഫിരിനോക്സോ അല്ലെ ജെംസിറ്റാബിൻ ബേസ്ഡ് കീമോതെറാപ്പിയാണ് കൊടുക്കുക. അപ്പോൾ ഈ പാലിയേഷനെ കുറിച്ച് ഒരു ചോദിക്കാം. അപ്പം സർജിക്കൽ പാലിയേഷനും അറിയണം, നോൺ സർജിക്കൽ പാലിയേഷനും അറിയണം. അഡ്ജുവൻ തെറാപ്പി എന്താ? അഡ്ജുവൻ തെറാപ്പീസ് നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഇറ്റ്സ് കോൾഡ് അഡ്ജുവൻ തെറാപ്പി. ദാറ്റ് ഈസ് ഫോൾഫിരിനോക്സ് ആണ് കൊടുക്കുന്നത്. ഫൊളിനിക് ആസിഡ്, 5-fluorouracil, ഐറനോടെക്കൻ ആൻഡ് ഓക്സാലിപ്ലാറ്റിൻ. അതാണ് ഫോൾഫിരിനോക്സ്. ഫൊളിനിക് ആസിഡ്, 5-fluorouracil, ഐറനോടെക്കൻ ആൻഡ് ഓക്സാലിപ്ലാറ്റിൻ. അപ്പോൾ ഫിറ്റ് പേഷ്യൻ നമുക്ക് ഫോൾഫിരിനോക്സ് കൊടുക്കാം. ഓൾറെഡി നമുക്ക് ജെംസൈറ്റാബിൻ, കെപ്സിറ്റാബിൻ ബേസ്ഡ് കീമോതെറാപ്പി കൊടുക്കാം. ഓക്കെ, വേറെ ഒന്നിനും അത് ആവശ്യമില്ല. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ഓഫ് ആംബുലോവേറ്റർ വരുന്ന എല്ലാ ക്യാൻസേഴ്സും കൊണ്ട് പെരിയാമ്പുലറി കാർസിനോമ 4 ടൈപ്പ് ഉണ്ട്. വൺ വിൽ ബി സിയഡോ പാങ്ക്രിയാസ്, സെക്കൻഡ് ഇസ് ആംബുലറി വെറൈറ്റി ഓഫ് പെരിയാമ്പുലറി കാർസിനോമ, തേർഡ് ഇസ് ഡുവോഡൽ അഡ്രിനോ കാർസിനോമ ആൻഡ് ഫോർത്ത് ഇസ് ഡിസ്റ്റൽ കൊളാഞ്ചിയോ കാർസിനോമ. നിങ്ങൾ ഈ 4 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഏർലി ഡയഗ്നോസിസ് വിൽ റിക്വയർ ഹയർ ഇൻഡെക്സ് ഓഫ് സസ്പീഷൻ, CCT വിത്ത് പാങ്ക്രാറ്റിക് പ്രോട്ടോകോൾ, 1 mm തിൻ കട്ട്സ് ആയിട്ട് എടുക്കുന്ന, അതാണ് ഇമ്പോർട്ടൻറ്റ്, അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. നേരത്തെ റിസെപ്റ്റബിലിറ്റി എങ്ങനെ അറിയുന്നത്? റിസെപ്റ്റബിലിറ്റി ബേസ്ഡ് ഓൺ ആർട്ടീരിയൽ ഇൻവോൾവ്മെൻറ്റ്. അപ്പം ബോർഡറിൽ റിസെപ്റ്റബിൾ എന്ന് പറഞ്ഞപ്പോഴായിരിക്കും നമ്മൾ റീകൺസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള SMV
അല്ലെങ്കിൽ പോർട്ടൽ വെയിൻ SMV ഇൻവോൾവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇത് പറയാം ബോർഡർ ലൈൻ എന്ന് പറയാം. പിന്നെ SMA ആണെങ്കിൽ SM 180 ഡിഗ്രി അബട്ട്മെൻ്റ് ആയിരിക്കണം. ഓക്കെ. പോർട്ടൽ വെയിൻ ആണെങ്കിൽ മുകളിലോട്ട് താഴോട്ട് പോരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പാൻകാറ്റിക്കോ ഡോട്ടബിൾ വിപ്പിൾസ് പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് ആൻഡ് ഓൺലി പൊട്ടൻഷ്യലി ഗേർട്ടി ട്രീറ്റ്മെൻറ്റ് വിപ്പിൾ സർജറിയാണ്. വിപ്പിൾ സർജറിയുടെ സ്റ്റെപ്സ് ഓർക്കണം, എന്തൊക്കെ റിമൂവ് ചെയ്യുന്ന ഓർക്കണം, പിന്നെ എന്തൊക്കെ അനാസ്റ്റമോസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ റിമൂവ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യും, CBD റിമൂവ് ചെയ്യും, ഡിസ്റ്റൽ CBD റിമൂവ് ചെയ്യും, പൈലോറസ് റിമൂവ് ചെയ്യും, ഡുവോഡൻ്റെ 1 to 4 പാർട്സ് റിമൂവ് ചെയ്യും, ജിജുനൽ റിമൂവ് ചെയ്യും അല്ലേ. എന്നിട്ട് അനാസ്റ്റമോസിന് ഫസ്റ്റ് അനാസ്റ്റമോസിൻ്റെ സാധനം എന്തായിരിക്കും? പാൻക്രിയാറ്റിക് ജുനോസ്റ്റമി. സെക്കൻഡ് അനാസ്റ്റമോസിസ് വിൽ ബി ഹെപ്പാറ്റിക് ജുനോസ്റ്റമി ആൻഡ് തേർഡ് വിൽ ബി ഗ്യാസ്ട്രോജുനോസ്റ്റമി. അപ്പോൾ ഇങ്ങനെയാണ് വിപ്പിൾസ് പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ ആംബുലറി ക്യാൻസറിനാണ് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്നോസിസ്. പാൻക്രിയാറ്റിക് ക്യാൻസറിന്, ഹെഡ് ഓഫ് ഡ്യൂറൽ ക്യാൻസറിന് ബാഡ് പ്രോഗ്നോസിസ് ആണ്. ന്യൂയോർജിൻ കീമോതെറാപ്പി നമ്മൾ ബോർഡർ ലൈൻ റിസപ്റ്റീവ് ഡിസീസിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് അത് ന്യൂയോർജിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാലിയേറ്റീവായിട്ട് ബിലിയറി ഡ്രെയിനേജ് കീമോതെറാപ്പി കൊടുക്കാം. അക്യുറേറ്റ് സ്റ്റേജിങ് മൾട്ടി റെസിസ്റ്റൻറ്റ് മാനേജ്മെൻറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് PPT. നമുക്ക് അടുത്ത PPT അടുത്ത സൂമിനകത്തില്ല, അതിനകത്ത് ടൈം തീർന്നല്ലോ. ഇത്രയും മനസ്സിലായോ? എല്ലാവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്യാവോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യാവോ? അടുത്തത് ഒബ്സ്ട്രറ്റിക് ജോണ്ടിസിൻ്റെ കേസാണ്. ആ കേസ് കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ആരെങ്കിലും ഇല്ല, മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഈ റിസെപ്റ്റബിലിറ്റി സാധനം എപ്പോഴും ചോദിക്കും കേട്ടോ. കുവാസിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ സാറന്മാരും എപ്പോഴും നമ്മളെ കൊണക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റിനാണ്. SMV പോർട്ടൽ വെയിൻ ഇൻവോൾവ്മെൻറ്റ് ദാറ്റ് ഈസ് റീകൺസിസ്റ്റബിൾ. SMA abutment less than 180 degree, common hepatic artery abutment or encasement without extension to the celiac axis. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നോക്കി വെക്കുക. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിനകത്ത്? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് അടുത്ത PPT തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, നമുക്ക് അടുത്ത PPT തുടങ്ങാം.